നേരത്തെ ഹിജുനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവൾ തിരിച്ചെത്തിയ സമയത്തെ വാർത്തയൊക്കെ വായിക്കുന്നത് കാണിക്കുകയാണ്. ഹിജുനെ കിഡ്നാപ്പ് ചെയ്തതിന്റെ പേരിലും ചെയർമാനെ കൊന്നതിന്റെ പേരിലും റിയൽ സാറിന്റെ അമ്മനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അമ്മനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ പറഞ്ഞത് കൊണ്ടായിരുന്നു ഹിജുവിന്റെ കാറൊക്കെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നെന്ന രീതിക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് മൊഴി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹിജുവിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയൽ സാറിന് ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്ത സമയത്ത് അയാളെയും പോലീസ് ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നു എന്നാണ് യൂറി അറിയിക്കുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് അമ്മയും ഈ ഒരു ന്യൂസ് കാണിക്കുകയാണ്. അപ്പോഴാണ് നേരത്തെ മകനെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് അമ്മയും ഓർക്കുന്നത്. അവനും ഇങ്ങനെ പൂട്ടിയിടാതെ തന്നെ തുറന്നു വിടണമെന്നൊക്കെ അമ്മയുടെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും, ഞാൻ നേരത്തെ തന്നെ നിന്നെ ഇങ്ങനെ പൂട്ടിയിടുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഒരിക്കൽ നിന്നെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ വീണ്ടും നിന്നെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഞാൻ തയ്യാറല്ല. പിന്നെ ഞാനും നിന്നെ പൂട്ടിയിടുകയല്ല, മറിച്ച് പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നൊക്കെ അവന്റെ അടുത്തും അമ്മ പറയുന്നു. പക്ഷെ താനും ഇത്രയേറെ സ്നേഹിച്ച മകൻ മരിച്ചു എന്ന വാർത്തയ്ക്ക് അറിയുമ്പോഴത്തേക്കും അമ്മ ആകെ വിഷമിക്കുന്നു. അടുത്തതായിട്ട് അച്ഛനെ കാണിക്കുമ്പോഴത്തേക്കും അച്ഛന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു. എന്റെ അച്ഛൻ വളരെ നല്ലൊരു വ്യക്തി ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ അച്ഛൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാനും അച്ഛന്റെ മകൻ എന്ന സ്ഥാനം എല്ലാം തന്നെ ഉപേക്ഷിക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആളായിട്ട് അറിയപ്പെടുകയില്ല. ഒഫീഷ്യലായിട്ട് തന്നെ അതെല്ലാം തന്നെ ഞാൻ ഇല്ലാതാക്കുകയാണെന്നൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നു. ഇനി ഒരു മാസത്തിന് ശേഷം നടന്ന സംഭവങ്ങൾ, അതായത് ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഹീജും ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ചിട്ട് അതൊക്കെ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഇലക്ഷനൊക്കെ അച്ഛൻ മത്സരിക്കുവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മൂന്നാം സ്ഥാനം മാത്രമായിരുന്നു അച്ഛനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മയും കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തെളിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ജീവപര്യന്തം ശിക്ഷയൊക്കെ നൽകുകയാണ്. പക്ഷെ 2 തവണ മകനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കാതെ പോയത് കൊണ്ട് തന്നെ ഒരു വധശിക്ഷയൊക്കെ വേണമെന്ന രീതിക്കായിരുന്നു അമ്മയും വാദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അതൊരു ജീവപര്യന്തമായിട്ടൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അസിസ്റ്റന്റിനും 5 വർഷത്തെ ശിക്ഷയൊക്കെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സയോണിന്റെ ഫാമിലി തന്നെ ഇല്ലാതായി. സയോണും എല്ലാം തന്നെ ഉപേക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയാത്ത രീതിക്ക് അപ്രതീക്ഷിതനായി മാറിയിരിക്കുന്നു എന്നൊക്കെ ഹീജുവും ഓർക്കുന്നു. ഹീജുവും ഇപ്പോൾ പാർക്കിനെ കാണുവാനായിട്ട് ജയിലിലെത്തിയിരിക്കുന്നു. സയോൺ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പാർക്കിന്റെ അടുത്താണല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരുന്നു സയോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന രീതിക്കൊക്കെ ഹീജു ചോദിക്കുമ്പോഴത്തേക്കും, പ്രതികാരമൊക്കെ അവസാനിച്ചതിന് ശേഷം ഈ ഒരു ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷനായി മാറണമെന്നായിരുന്നു സയോൺ ആദ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം അവനും ആ ഒരു തീരുമാനമൊക്കെ മാറ്റിയിട്ട് പ്രതികാരമൊക്കെ ചെയ്തതിന് ശേഷവും താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒപ്പം തന്നെ ജീവിക്കണമെന്ന ഒരു മൈൻഡിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്തത് കൊണ്ടായിരുന്നില്ല അവനും ഇപ്പോൾ അപ്രത്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അതിനു പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയാണ് പാർക്കും. പാർക്കിനെ കണ്ടിട്ടിറങ്ങുന്ന ഹീജോ പാർക്കിനെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാങ്ങിനെ കൂടി ശ്രദ്ധിക്കുകയാണ്. സയോൺ എന്നോട് വിവാഹത്തിന് ശേഷം നടക്കുന്ന രീതിക്കുള്ള കുറേയധികം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവനും നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം ഒരുപാട് എഫോർട്ടൊക്കെ ഇട്ടിട്ട് നീ അവനെ സ്നേഹിക്കണമെന്നായിരുന്നു അവനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജുന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും സയോണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് ഹീജുവും വീണ്ടും വീണ്ടും പല പല കാര്യങ്ങളൊക്കെ കാങ്ങിന്റെ അടുത്തും ചോദിക്കുന്നു. അങ്ങനെ അവരും സയോണിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയാണ്. ഹീജും അച്ഛന് ഫുഡ് മേടിച്ചു കൊടുക്കുവാനായിട്ട് ഒരു കടയിലൊക്കെ എത്തിയിരിക്കുകയാണ്. കടയിലെ സ്റ്റാഫും അച്ഛനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും വന്നോ എന്നൊക്കെ അച്ഛന്റെ അടുത്തും ചോദിച്ചിട്ട് പോകുന്നു. പക്ഷെ ഹീജു ആദ്യമായിട്ടായിരുന്നു അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് അച്ഛൻ എപ്പോഴാണ് ഇവിടെ എത്തിയതെന്ന് ഹീജു ചോദിക്കുമ്പോഴത്തേക്കും അച്ഛന്റെ പിറന്നാൾ ദിവസം ഈ ഒരു ഫുഡൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ഇതേ ഇടത്തേക്കൊക്കെ വരണമെന്ന് അച്ഛനും വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സയോൺ ആയിരുന്നു അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സയോൺ അപ്രതീക്ഷിതനാകുന്നതിന് മുമ്പായിരുന്നു ഈ ഒരു സംഭവം എല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഒരിക്കൽ പോലും താൻ സയോണെ കണ്ടിട്ടില്ല എന്ന് അച്ഛനും പറയുന്നു. ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് തന്നെ ഹിജുനെ കാണുവാനായിട്ട് ഇനി എത്തിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം നീ വീട്ടിൽ ഒറ്റയ്ക്കൊന്നും ഇരിക്കണ്ട, വാ നമുക്ക് എല്ലാവർക്കും കൂടി കൂടി ഒരു ട്രിപ്പിനൊക്കെ പോകാം. അമ്മയും അച്ഛനും റെഡിയായിരിക്കുകയാണെന്നൊക്കെ ഇന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും സയോൺ ഏത് നിമിഷവും തിരിച്ചു വരാം. അതുകൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടി ഈ ഒരു വീട്ടിൽ കാത്തിരിക്കുന്നതായിരിക്കും. അവന് വരുന്ന സമയത്ത് ഞാൻ ഈ വീട്ടിലില്ലെങ്കിൽ അവൻ ഒരുപാട് വിഷമിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് ഹീജുവും പറയുന്നത്. ഹീജുവിനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഹീജു കുറേ ദിവസത്തോളം ഭയങ്കര ഉറക്കത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എപ്പോഴൊക്കെ ഹീജു കണ്ണു തുറന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ ഹീജുവിന്റെ അടുത്തായിട്ട് തന്നെ സയോണും ഉണ്ടായിരുന്നു. സയോൺ എന്തെങ്കിലും അപകടമൊക്കെ പറ്റുമോ എന്ന രീതിക്ക് പോലും അവൾ വിഷമിച്ചിരുന്നപ്പോൾ എല്ലാം തന്നെ സയോൺ ആയിരുന്നു അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് വിട്ട് താൻ ഒരിടത്തേക്കും വരികയില്ല എന്ന് ഉറപ്പിച്ചൊക്കെ ഹീജു പറയുമ്പോഴത്തേക്കും
നീ കുറച്ചുനാൾ ഇവിടെ താമസിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്നും പോകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ 6 മാസമൊക്കെ ആയില്ലേ. നീയും അധികം വിഷമിക്കാതെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നീ അവനെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവൻ എന്തായാലും ഇനി ഒരിക്കലും തിരിച്ച് നിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നതായിരിക്കുകയില്ല എന്ന് എന്നെ ഉറപ്പിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും അവനെ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളും കരയുന്നു. പക്ഷെ സൗൺ അപ്രതീക്ഷിതനാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇനയെ കാണുവാനായിട്ട് ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് അവിടേക്ക് എത്തുവാനായിട്ടൊക്കെ ഇനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സൗൺ വരികയില്ല എന്നൊക്കെ ഇനയും ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു സീൻ ഒന്നും കൂടി കാണിക്കുന്നു. ഹീച്ചുവിന് ഒരു ഇന്റർനാഷണൽ കോളൊക്കെ വരികയാണ്. അവളും ആ ഒരു ഫോണൊക്കെ എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മറുപടിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആദ്യത്തെ കോളൊക്കെ അവസാനിച്ചതിന് ശേഷം അവളും തിരിച്ച് അങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 604 നിന്നുമാണ്. അവളും ആ ഒരു നമ്പറൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആർഗൻ എന്ന ഒരു രാജ്യത്തിന്റെ പേരൊക്കെയാണ് എഴുതി കാണിക്കുന്നത്. അതുകൂടാതെ ഒരു ദിവസം അവൾക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവളും അതിന്റെ കൂടെ വന്ന ലെറ്റർ ഒക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഒരാൾ അവളുടെ പേരിൽ ഡൊണേഷൻ കൊടുത്തതായിട്ടായിരുന്നു അവൾക്ക് കാണുവാനായിട്ട് സാധിച്ചത്. യുദ്ധം കാരണം പഠിക്കുവാൻ പോലും സാധിക്കാത്ത, സംസാരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഡൊണേഷനും പോയത്. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ബുക്ക്ലെറ്റ് ഒക്കെ അവൾ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഡൊണേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു അത്. കൂടാതെ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അർഗനിലാണെന്നും അതിൽ നിന്നും അവൾക്ക് മനസ്സിലാക്കുന്നു. അവളും ചാങ്ങിന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. 2 ബില്യൺ ആണ് ആ ഒരു സ്ഥാപനത്തിൽ ഡൊണേഷൻ ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് സയോണും ആർഗനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതും ജാങ്ങിന്റെ ഒപ്പമാണ് പോയത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ പോകുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ എന്ന് ഹീജുവും ജാങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. അത് യുദ്ധമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ വെടികൊണ്ട് ചാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനൊന്നും നീ നിൽക്കേണ്ടതായിട്ടില്ല എന്ന് ഹീജുന്റെ അടുത്ത് ജാങ് പറയുമ്പോഴത്തേക്കും, ഇവിടെ അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതും അവിടെ പോയി വെടികൊണ്ട് ചാവുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലമാണെന്ന് പറഞ്ഞാലും മതി, ഞാനും പോകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവളും ഇരിക്കുന്നു. സയോണ് സൺസെറ്റ് വളരെയധികം ഇഷ്ടമാണ്. ആർഗൻ എന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സ്പോട്ടിലൊക്കെ നല്ല രീതിക്ക് സൺസെറ്റ് കാണുവാനായിട്ട് സാധിക്കും. അവനും ഒരുപാട് ഫോട്ടോസ് ഒക്കെ സൺസെറ്റിന്റെ എടുത്തിട്ടുമുണ്ട്. സോ അവൻ ആർഗനിലുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഉണ്ടാകുവാനാണ് സാധ്യത കൂടുതൽ എന്നൊക്കെ ജാങ്ങും പറയുന്നു. ഇതിനു മുമ്പ് ഹീജുവിനെ കുട്ടിക്കാലത്ത് എടുത്തോണ്ട് വന്ന സമയത്തും അവൻ സൺസെറ്റ് ഒക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവളും ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവളും യാത്ര ചെയ്ത് ഇപ്പോൾ ആർഗനിൽ എത്തിയിരിക്കുന്നു. അവളും ഡൊണേഷൻ കൊടുത്തുവെന്ന് പറയപ്പെടുന്ന സ്കൂളിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ ആളുമായിട്ട് സംസാരിക്കുകയൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ സൗണ്ട് ഫോട്ടോ ഒക്കെ കാണിച്ചതിന് ശേഷം, ഈ ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് ഡൊണേഷനൊക്കെ എന്റെ പേരിൽ നൽകിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുന്നു. പക്ഷെ അവരും സയോണെ നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സൺസെറ്റ് ഒക്കെ കാണുവാൻ സാധിക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അവിടെ പോകുവാനായിട്ട് കഴിയുമോ എന്ന് അവളും ചോദിക്കുകയാണ്. പക്ഷേ ആ ഒരു സ്ഥലത്തായിരുന്നു യഥാർത്ഥത്തിൽ യുദ്ധമൊക്കെ നടത്തുന്നവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിരിക്കുമെന്ന ഒരു വാർണിംഗ് ഒക്കെ അയാളും നൽകുന്നു. ഹീജു ഇപ്പോൾ സൺസെറ്റ് ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്ന ചാപ്പലിനടുത്തായിട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു കുറെ അധികം ആൾക്കാർ വന്ന് അവളെയും പിടികൂടുന്നത്. അവളെയും അവളെ പോലെ പിടികൂടിയിട്ടുള്ള മറ്റു ചില ആൾക്കാരെയും കൂടി കൂട്ടിക്കൊണ്ട് ഇപ്പോൾ വണ്ടിയിലൊക്കെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കാണ് പെട്ടെന്നൊരു ശബ്ദമൊക്കെ കേൾക്കുന്നതും ഈ ഒരു വണ്ടി സ്റ്റോപ്പ് ആവുന്നതും. അതേസമയം ഒരാൾ വന്നിട്ട് വണ്ടിക്കകത്തുണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിലെയും കണ്ണിലെയും കെട്ടൊക്കെ അഴിച്ച് അവര് രക്ഷപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് അയാൾ ഹീച്ചുനെ കാണുമ്പോഴത്തേക്കും അവളുടെ കെട്ടൊന്നും അഴിക്കുവാനായിട്ട് നിൽക്കുന്നില്ല. പകരം അവളെ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നു. അവളെ വണ്ടിയിൽ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവളെ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാർ ഒരുപാട് ദൂരമൊക്കെ ഈ ഒരു വണ്ടിനെ ഫോളോ ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും സേഫ് ആയിട്ട് മറ്റൊരിടത്തേക്ക് എത്തുന്നു. ഇപ്പോൾ ഹീച്ചുവിന്റെ കൈയുടെയും കണ്ണിന്റെയും കെട്ട് അഴിച്ചതിന് ശേഷം സയോണും തന്റെ ഫേസ് ഒക്കെ റിവീൽ ചെയ്യുകയാണ്. ഞാൻ വരുന്നത് വരെ നിന്നോട് വീട്ടിൽ വെയിറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് സയോണും ഹീച്ചുവിനോട് ചോദിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.